പണ്ടാണെങ്കിൽ OTT സിനിമകൾ ഒരുപാട് പെട്ടെന്ന് എടുക്കുമായിരുന്നല്ലോ. ഇപ്പം അതിനൊരു മാറ്റം വന്നു. ഒരു പരിപാടിയില്ല, OTT മൊത്തം നിർത്തി. ഇപ്പോൾ വിജയിച്ചാൽ മാത്രം. അതെ, OTT ഇപ്പോൾ എന്നെ കുറിച്ച് വിവരമില്ലാത്ത ആളുകളോട് ഇനി OTT എന്ന് പറഞ്ഞ് പടം എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സിനിമ ഹിറ്റായ മാത്രമേ എടുക്കൂ, അല്ലെങ്കിൽ അവരെടുക്കില്ല. ഇതാണ് സംഭവം. വലിയ നടന്മാരത് പോലും അത് തന്നെയാണ് അവരുടെ പ്രതിഫലം ഇതിനെ എഫക്ട് ചെയ്യത്തില്ലേ? ഞാൻ പറയുന്നത് പ്രതിഫലം ഒന്ന്, നമ്മൾ എനിക്ക് ഇത്ര പൈസ കിട്ടിയാലേ തരുള്ളൂ എന്ന് പറയുമ്പോൾ അതും നിങ്ങൾക്ക് ഇപ്പം എന്നെ തന്നെ വേണം. ഞാൻ പറയാം, ഞാൻ ഒരു സൂപ്പർ സ്റ്റാറാണ്, ഞാൻ 6 കോടി ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലാട്ടാ എനിക്ക് ആ റൈറ്റില്ല. എന്നാൽ അപ്പോൾ നിങ്ങൾ വരാനും നോക്കിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോ അതർ ഓപ്ഷൻ. ഇതൊരു വശം. അല്ലാണ്ട് ഇപ്പോൾ OTT റൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഇത്രയേ വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പുതിയ ആൾക്കാരെ വെക്കണം, ഇങ്ങനെ വരും. അപ്പോൾ മുമ്പ് ഓഡിയോ റൈറ്റ്സ്, CD DVD റൈറ്റ്സ്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാ റൈറ്റ്സ് വേറെ, നമ്മുടെ സാറ്റലൈറ്റ് റൈറ്റ്, ഇപ്പോഴാണ് OTT റൈറ്റ് അടക്കം 5 തരം റൈറ്റ്. ഇതിനോടൊപ്പമാണ് ഔട്ട്സൈഡ് സ്റ്റേറ്റ് സിനിമ ഔട്ട് റേറ്റിന് കൊടുക്കുക, ഓവർസീസ് റൈറ്റ്, ഇങ്ങനെ 7 തരം റൈറ്റ്സാണ് ഒരു സിനിമയിൽ സാധാരണഗതിയിൽ തൊട്ട് മുമ്പ് വരെ വന്നത്. ഇന്ന് ഈ മറ്റേ സൈഡ് ഞാൻ പറഞ്ഞ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിൽ പോലും ഈ റൈറ്റ്സുകൾ ഇപ്പോൾ പോയി. ഓഡിയോ റൈറ്റ്സ് ഒന്നുമില്ല. അപ്പം അങ്ങനെ ആരും CD കാസറ്റൊന്നും വാങ്ങുന്നില്ലല്ലോ, റൈറ്റ് ഇല്ല. ഈ എല്ലാം കൂടെ ഇപ്പോൾ ഒരു റൈറ്റേ ഉള്ളൂ, OTT റൈറ്റ്സ്. സാറ്റലൈറ്റ് റൈറ്റും കട്ടായി. ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ദുരന്തം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സിനിമ ഹിറ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓഡിയോയും CD ഒക്കെ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള റൈറ്റിങ് മര്യാദയ്ക്ക് കിട്ടും. പടം പൊട്ടിയോ, ഇവിടെ വിജയിക്കാത്തൊരു പടം പിന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ ആര് റൈറ്റ് എടുക്കാനാണ്? മാത്രമല്ല സാർ, ഇവിടെ ഹിറ്റായൊരു പടം, ഒരു പുതുമുഖത്തിൻ്റെ പടമാണെങ്കിൽ അവരെടുക്കില്ല. അത് ചേട്ടാ 100 കോടി എന്നാണ്. അതിപ്പോൾ അവിടെ ആര് കാണാനോ നോക്കി. ഒരുത്തന്നെ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. അവിടെ ഓഫീസും ഇതെല്ലാം വേണം. ഇപ്പം എൻ്റെ സിനിമകളൊക്കെ ഞാൻ കുറേയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള ഇതുള്ളത് കൊണ്ടാണ്. വേറൊരാൾക്കത് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ.